നെക്സ്റ്റ് റോസ്റ്റിംഗ് ആണ്. ഇപ്പം ഫോർത്ത് പ്രോസസ്സാണ്. ഇപ്പോൾ റോസ്റ്റിംഗ് ദ സ്പേസ് വിത്ത് സോഡിയം ക്ലോറൈഡ് ആണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ് കിട്ടിയ ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസ് നമ്മൾ എടുക്കുകയാണ്, അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളതിനെ റോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻ ദ പ്രസൻസ് ഓഫ് എയറിൽ നമ്മൾ റോസ്റ്റിംഗ് വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. റിവർബറേറ്ററി ഫർണസിൽ വെച്ചിട്ടാണ് നമ്മൾ റോസ്റ്റിങ്ങിന് വിധേയമാക്കുന്നത്. അപ്പോൾ ആഴ്സനിക്കോ സൾഫറോ ഒക്കെ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അതിൻ്റെ ഓക്സൈഡുകളായിട്ട് AS2O3 ആൻഡ് SO2 ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് അതിനെ നമ്മൾ സോഡിയം ക്ലോറൈഡുമായിട്ട് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് റോസ്റ്റിങ്ങിന് വിധേയമാക്കുന്നു. എന്നിട്ട് ഈ മെറ്റൽസിനെ കൊബാൾട്ട്, നിക്കൽ, അയൺ, കോപ്പർ അതേപോലുള്ള മെറ്റൽസൊക്കെ ഉണ്ട്, അതിനെ അതിൻ്റെ ക്ലോറൈഡ്സ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അത്രയുമാണ് ആ ഫോർത്ത് പ്രോസസ്സിൽ നമുക്ക് അവിടെ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. പിന്നെ അയണിൻ്റെയും കോപ്പറിൻ്റെയും സെപ്പറേഷനാണ് ഫിഫ്ത്ത് വരുന്നത്, സെപ്പറേഷൻ ഓഫ് അയൺ ആൻഡ് കോപ്പർ. അപ്പോൾ ഈ റോസ്റ്റഡ് മാസിനെ നമ്മൾ എക്സ്ട്രാക്ഷന് വിധേയമാക്കുകയാണ്. റോസ്റ്റഡ് മാസ് നമ്മൾ വാട്ടർ വെച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ കിട്ടുന്ന റിസൾട്ടിങ് ആയിട്ടുള്ള അക്വസ് സൊല്യൂഷന് നമ്മൾ അതിനകത്തേക്ക് ലൈം ആഡ് ചെയ്യും. പ്രസിപ്പിറ്റേഷൻ, അയണിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈം ആഡ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഇതിനെ നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കും. എന്നിട്ട് ആ ഫിൽട്രേറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സോഡിയം കാർബണേറ്റ്, സോഡിയം കൊബാൾട്ടേറ്റ് ആണ്, Na2CO3 ആണ്, അതിനെ അതുമായിട്ട് വെച്ച് ട്രീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കോപ്പറിനെ നമുക്ക് കോപ്പറിൻ്റെ CuCO3 ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ CuCO3 ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യിക്കുകയും എന്നിട്ട് കോപ്പറിനെ നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ കൊബാൾട്ടും നിക്കലും സൊല്യൂഷനകത്ത് ക്ലോറൈഡ്സ് ആയിട്ടൊക്കെ കുറേയൊക്കെ കാണപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കാണും. ഇപ്പോൾ സിൽവർ പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡൈലൂട്ട് സൊല്യൂഷൻ ഓഫ് സോഡിയം സയനൈഡ് യൂസ് ചെയ്തിട്ട്, സയനൈഡ് പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് സിൽവറിനെ നമുക്ക് എന്ത് ചെയ്യാം, നീക്കം ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ അടുത്ത പ്രോസസ്സ് എന്ന് വെച്ചാൽ സെപ്പറേഷൻ ഓഫ് നിക്കലാണ്. സെപ്പറേഷൻ ഓഫ് നിക്കൽ ഫ്രം കൊബാൾട്ടാണ്. അപ്പോൾ ഈ കിട്ടിയ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ സൊല്യൂഷനകത്ത് ക്ലോറൈഡ്സ് ഉണ്ടായിരിക്കും, ക്ലോറൈഡ്സ് ഓഫ് നിക്കലും കൊബാൾട്ടും ഒക്കെ ഉണ്ടായിരിക്കും. ഈ നിക്കലിൻ്റെയും കൊബാൾട്ടിൻ്റെയൊക്കെ ക്ലോറൈഡ്സിനെ നമ്മൾ ലൈം വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്. ലൈം വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ബ്ലീച്ചിങ് പൗഡറും കൂടി യൂസ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കൊബാൾട്ട് 3 ഹൈഡ്രോക്സൈഡായിട്ട്, അതായത് കൊബാൾട്ട് ഹൈഡ്രോക്സൈഡായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ നിക്കൽ NiCl2 ആയിട്ട് സൊല്യൂഷനകത്ത് തന്നെ റിമെയിൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ CuCl2 പ്ലസ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്, അപ്പം കൊബാൾട്ട് ഹൈഡ്രോക്സൈഡാണ്, COOH ട്വൈസ് ആണ്, പിന്നെ പ്ലസ് CaCl2, പിന്നെ ഈ COOH ട്വൈസ് പ്ലസ് H2O പ്ലസ് CaOCl2. അപ്പോൾ എന്താ കിട്ടുന്നത്, കൊബാൾട്ട് 3 ഹൈഡ്രോക്സൈഡ്, അതായത് 2COOH ത്രൈസ് പ്ലസ് CaCl2. അപ്പോൾ ഇവിടെ NiCl2 എന്നുള്ള കോമ്പൗണ്ട് ഉണ്ട്, അത് ഈ സൊല്യൂഷനകത്ത് തന്നെ റിമെയിൻ ചെയ്യുന്നുണ്ട്. അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് ബേസിക് കാർബണേറ്റ് ആക്കി മാറ്റാം. അതിന് സോഡിയം കാർബണേറ്റ് ആണ് നമ്മൾ അതിന് വേണ്ടി ഈ ഒരു കോമ്പൗണ്ടിലോട്ട് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 6th സെപ്പറേഷൻ ഓഫ് നിക്കൽ ഫ്രം കൊബാൾട്ട് കഴിഞ്ഞു. പിന്നെ ഫോർമേഷൻ ഓഫ് കൊബാൾട്ടിൻ്റെ ഓക്സൈഡാണ്, CO3O4 ആണ്. ഓക്കെ, അപ്പം നമ്മുടെ COOH ത്രൈസ് കൊബാൾട്ടിൻ്റെ ഹൈഡ്രോക്സൈഡ് ആണ്, അതിൻ്റെ പ്രസിപ്പിറ്റേറ്റ് COOH ത്രൈസിൻ്റെ പ്രസിപ്പിറ്റേറ്റ് നമുക്ക് മുകളിൽ കിട്ടുന്നുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രൈ ചെയ്യുന്നു. ഡ്രൈ ചെയ്തിട്ട് നമ്മൾ ഇഗ്നിഷന് വിധേയമാക്കുകയാണ്, വേണ്ടി ഇഗ്നിറ്റ് ചെയ്യുവാണ്. അങ്ങനെ ഇഗ്നിറ്റ് ചെയ്തിട്ട് കൊബാൾട്ടിക് ഓക്സൈഡ് ഫോം ചെയ്യും. ഇഗ്നിഷന് വിധേയമാക്കി കഴിഞ്ഞാൽ കൊബാൾട്ടിക് ഓക്സൈഡാണ് ഫോം ചെയ്യുക, അതായത് കൊബാൾട്ട് 2 കൊബാൾട്ട് 3 ഓക്സൈഡാണ് ഉണ്ടാകുന്നത്, CO3O4. അപ്പോൾ 12 COOH ത്രൈസ് ഇഗ്നൈറ്റ്, അപ്പോൾ എന്ത് കിട്ടും, CO3O4 പ്ലസ് ഇഗ്നിഷൻ അല്ലേ, ഇപ്പം വാട്ടർ ഓക്സിജനൊക്കെ റിമൂവ് ആവുകയാണ് ചെയ്യുന്നത്. അതാണ് 7th പ്രോസസ്സ്. ഇനി 8ാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ റിഡക്ഷനാണ്, റിഡക്ഷൻ ഓഫ് CO3O4. ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത CO3O4നെ റിഡക്ഷൻ നടത്തി നമ്മൾ എന്ത് ചെയ്യുകയാണ്, CO ആക്കുകയാണ് ചെയ്യുന്നത്, അതായത് ഓക്സിജനെ റിമൂവ് ചെയ്ത് കളയുന്ന പ്രോസസ്സ്. അപ്പോൾ ഈ CO3O4 നമ്മൾ റെഡ്യൂസ് ചെയ്യുകയാണ് ഹീറ്റിംഗ് വിത്ത് കോക്കും നമ്മൾ ഇലക്ട്രിക് ഫർണസ് യൂസ് ചെയ്തിട്ട് കോക്ക് ഉപയോഗിച്ച് നമ്മളതിനെ ഹീറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ അലൂമിനിയം യൂസ് ചെയ്യുകയും ചെയ്യാം, അതായത് അലൂമിനിയം യൂസ് ചെയ്ത അലൂമിനിയോ തെർമിക് പ്രോസസ്സാണ് എന്ന് പറയാം. അങ്ങനെ ഇപ്പോൾ CO3O4 പ്ലസ് 4C കാർബണുമായിട്ടാണ് റിയാക്ട് ചെയ്യിക്കുന്നതെങ്കിൽ അതെന്തായിട്ട് മാറും, കൊബാൾട്ട് മാത്രമായിട്ട് മാറും, അതായത് ഓക്സിജൻ റിമൂവ് ആയി പോകും. ഇപ്പോൾ 3CO കിട്ടും പ്ലസ് 4CO2 അല്ലേ. ഇപ്പോൾ റിഫൈനിങ് അതിൻ്റെ കൂടെ തന്നെ 3CO3O4 പ്ലസ് അലൂമിനിയം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 9CO പ്ലസ്
4Al2O3 അലൂമിനയാണ്. അലൂമിന നമുക്ക് ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നുണ്ട് അവിടെ. അതും അങ്ങനെ ചെയ്താലും നമുക്ക് കൊബാൾട്ടിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. സോ നെക്സ്റ്റ് 9th പ്രോസസ്സാണ്, അതായത് റിഫൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ് വരുന്നത്. ഇപ്പോൾ റിഫൈനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മെറ്റലിനെ നമ്മൾ ഇലക്ട്രോലിറ്റിക്കൽ റിഫൈനിങ്ങിനാണ് വിധേയമാക്കുന്നത്. എങ്കിൽ ഇലക്ട്രോലിറ്റിക്കലായിട്ടാണ് നമ്മളതിനെ റിഫൈൻ ചെയ്യുന്നത്. അതിനൊരു നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് കൊബാൾട്ട് അമോണിയം സൾഫേറ്റ് ആണ്. ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് കൊബാൾട്ട് അമോണിയം സൾഫേറ്റിനെയാണ് ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഇംപ്യുവർ മെറ്റലിനെ നമ്മൾ ആനോഡായിട്ട് യൂസ് ചെയ്യുകയും പ്യുവർ മെറ്റലിനെ നമ്മൾ കാഥോഡായിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോലിസിസ് ആണ് അല്ലെങ്കിൽ ഇലക്ട്രോലിഷൻ ആണ് എന്ന് മനസ്സിലായില്ലേ. അപ്പം അവിടെ ഒരു ആനോഡ്, 2 ഇലക്ട്രോഡ്സ് ഷുവറായിട്ടും ഉണ്ടായിരിക്കണം, ആനോഡും കാഥോഡും. ഇംപ്യുവർ മെറ്റലിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആനോഡായിട്ടും, അതുപോലെ പ്യുവർ മെറ്റലിനെ കാഥോഡായിട്ടുമാണ് ഇവിടെ യൂസ് ചെയ്യുക. ആ ഒരു മെത്തേഡ് വഴിയാണ് നമ്മളിവിടെ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് റിഫൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് നിക്കലിൻ്റെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നിക്കലിൻ്റെ കേസ് എടുത്താൽ നിക്കലിൻ്റെ ഒക്യുറൻസ് എന്ന് പറഞ്ഞാൽ നിക്കൽ നേച്ചറിൽ കാണപ്പെടുന്നത് ഒരു കോമ്പിനേഷൻ വിത്ത് ആഴ്സനിക്, ആൻറ്റിമണി, സൾഫർ, ആഴ്സനിക്, ആൻറ്റിമണി ഇതുമായിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് കാണപ്പെടുന്നത്. ഇതുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നിക്കൽ നോർമലി നേച്ചറിൽ കാണപ്പെടുന്നത്. ഇപ്പോൾ നിക്കലിന് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർസ് ഉണ്ട്. ഒന്ന് ഫസ്റ്റ് ഓർ എന്ന് വെച്ചാൽ പെൻറ്റ്ലാൻഡൈറ്റ് ആണ്. അതൊരു കോപ്പർ അയൺ നിക്കൽ സൾഫൈഡ് ആണത്. കോപ്പർ അയൺ നിക്കൽ സൾഫൈഡ് ഓറാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏകദേശം 22% നിക്കലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ പെൻറ്റ്ലാൻഡൈറ്റിനകത്ത് 22% നിക്കൽ കാണും. അതൊരു നിക്കലിൻ്റെ ഒരു പ്രിൻസിപ്പൽ സോഴ്സ് തന്നെയാണ് ഈ ഓറെന്ന് നമുക്ക് പറയാം. കാനഡയിലാണ് ഇത് കാണപ്പെടുന്നത്. സൺബറി ഇൻ ഒൻറ്റാറിയോ, കാൻബറി എന്ന് പറയുന്ന കാനഡ എന്ന് പറയുന്ന സ്ഥലത്താണ് അതുള്ളത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത ഗാർണിറൈറ്റ് ആണ്. ഗാർണിറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ സിലിക്കേറ്റ് ഓഫ് നിക്കൽ മഗ്നീഷ്യം, അതായത് പിന്നെ നിക്കൽ മഗ്നീഷ്യം അതിൻ്റെ ഡബിൾ സിലിക്കേറ്റ് ആണ്. ഓക്കെ, അപ്പം NiMgSiO3 നിക്കൽ മഗ്നീഷ്യം കൂടെ ചെയ്യാനുള്ള ഡബിൾ സിലിക്കേറ്റ് ആണ് വരുന്നത്. അപ്പോൾ NiMgSiO3 H2O ആണ്. അതിനകത്ത് പക്ഷേ എമൗണ്ട് കുറവാണ്, ഏകദേശം 8% നിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിക്കൽ ഗ്ലാൻസ് ഉണ്ട്. NiASS കുപ്ഫർ നിക്കലാണ്. NiAS എന്ന് പറയുന്നത് കുപ്ഫർ നിക്കൽ, അടുത്തൊരു ടൈപ്പ്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ നിക്കലിൻ്റെ എക്സ്ട്രാക്ഷനാണ്. എങ്ങനെയാണ് നിക്കലിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഒന്നാമത്തെ പ്രോസസ്സ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ തന്നെയാണ് നമ്മളെല്ലാത്തിലും ചെയ്യുന്ന ഫസ്റ്റ് പ്രോസസ്സ്. അതെല്ലാം അതേപോലെ തന്നെ വരും. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ, അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സഡ്ബറി ഓറ് നമ്മൾ ഡെപ്പോസിറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം 40% പെൻറ്റ്ലാൻഡൈറ്റ് ഉണ്ടായിരിക്കും. അത് മിക്സ് ചെയ്തിരിക്കുന്ന മറ്റ് മെറ്റൽസുമായിട്ട് ഇത് മിക്സ് ചെയ്തിരിക്കും. അപ്പോൾ ഈ പെൻറ്റ്ലാൻഡൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഈ പെൻറ്റ്ലാൻഡൈറ്റിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ് വഴിയാണ്. നമ്മൾ പഠിച്ചാണ് എന്താണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അപ്പം അങ്ങനെയാണ് ഫസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഓർസിനകത്ത് നിക്കലിൻ്റെ സെപ്പറേഷനകത്ത് ഫസ്റ്റ് ചെയ്യുന്നത് ഏതാണ്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. പിന്നെ സെക്കൻഡ് നമ്മൾ ചെയ്യുന്നത് റോസ്റ്റിംഗ് ആണ്. നമുക്കറിയാം ഇൻ ദ പ്രസൻസ് ഓഫ് എയറിലാണ് ചെയ്യുന്നത്. ദ കോൺസെൻട്രേറ്റ് ഓർ ഈസ് ദെൻ റോസ്റ്റഡ്. അങ്ങനെ ഒരു ടോൾ ഫർണസിലാണ് ചെയ്യുന്നത്. 8 മുതൽ 10 ആഴ്ച വരെയാണ് നമ്മളത് റോസ്റ്റിങ്ങിന് വിധേയമാക്കുക. അതിൻ്റെ ഭാഗമായിട്ട് അയൺ 2 സൾഫൈഡ് കൺവേർട്ട് ചെയ്തിട്ട് അയൺ 2 ഓക്സൈഡും അതുപോലെ തന്നെ സൾഫർ ഡയോക്സൈഡുമായിട്ട് മാറും. അതായത് ഇപ്പം 2FeS + 3O2 ഗീവ്സ് 2FeO + 2SO2. അങ്ങനെ റോസ്റ്റിങ്ങിന് വിധേയമാക്കിയതിന് ശേഷം നെക്സ്റ്റ് പ്രോസസ്സാണ് സ്മെൽറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം നേരത്തെ നമ്മൾ പഠിച്ചതാണ് എന്താണ് സ്മെൽറ്റിംഗ് എന്ന്. അപ്പോൾ ഈ റോസ്റ്റഡ് ഓറിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കോക്ക് അതുപോലെ തന്നെ ക്വാർട്സുമായിട്ട് മിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് സ്മെൽറ്റിങ്ങിന് വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. ബ്ലാസ്റ്റ് ഫർണസിലാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അയണിൻ്റെ 2 സൾഫൈഡ് ഉണ്ട്. അതിവിടെ ഒന്ന് ഔട്ട് ചെയ്യും അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്ത് പോകും. ഓക്സിഡേഷൻ നടക്കുമ്പോൾ, റോസ്റ്റിംഗ് നടക്കുമ്പോഴാണ് അത് എസ്കേപ്പ് ചെയ്ത് പോകുന്നത്. അതിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് അയൺ 2 ഓക്സൈഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പിന്നെ അയൺ 3 ഓക്സൈഡ് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, കോക്ക് വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യപ്പെട്ട് അയൺ 2 ഓക്സൈഡായിട്ട് മാറ്റും. കോക്ക് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്ത് അയൺ 3 ഓക്സൈഡിനെ അയൺ 2 ഓക്സൈഡാക്കി മാറ്റും. അതായത് Fe3+നെ Fe2+ ആക്കി മാറ്റുകയാണ്, അതിൻ്റെ ഓക്സൈഡാക്കി മാറ്റുകയാണ്. പിന്നെ അയൺ 2 ഓക്സൈഡിനെ വീണ്ടും നമ്മൾ കൺവേർട്ട് ചെയ്ത് അയൺ 2 സിലിക്കേറ്റ് സ്ലാഗായിട്ട് മാറ്റും. ഓക്കെ, അയൺ 2 ഓക്സൈഡാക്കി മാറ്റിയിട്ട് അയൺ 2 ഓക്സൈഡിനെ നമ്മൾ സിലിക്കേറ്റ് സ്ലാഗാക്കി മാറ്റും. എങ്ങനെയാണ്, ക്വാർട്സ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്തിട്ടാണ് അല്ലേ. നമ്മൾ സിലിക്ക SiO2 വെച്ച് റിയാക്ട് ചെയ്യിച്ചാണ് നമ്മൾ നേരത്തെ കണ്ടതാണ് സ്ലാഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്.
അയണിൻ്റെ സ്ലാഗ് അല്ലേ, FeO+SiO2 ഗീവ്സ് FeSiO3 സ്ലാഗാണ് ഫോം ചെയ്യുന്നത്. ഇവിടുത്തെ എല്ലാ പ്രോസസ്സും ഏകദേശം സെയിം ആണ്. ഓക്കെ, ഏതൊരു മെറ്റലിൻ്റെ ആണെന്നുണ്ടെങ്കിലും പ്രൊഡക്ഷൻ്റെ കേസ് വരുമ്പോൾ മെറ്റീരിയൽസ് ആൻഡ് മെത്തേഡ്സ് വരുന്ന എല്ലാം ഏകദേശം സിമിലർ ആയിരിക്കും. പക്ഷേ ചെറിയ ചെറിയ ചേഞ്ചസ് വരും. പക്ഷേ ആ ഒരു സ്ട്രക്ചർ എപ്പോഴും നിങ്ങൾക്ക് ഒരേപോലെ ഫോളോ ചെയ്യാനായിട്ട് പറ്റും. ഓരോന്നിൻ്റെയും ഈ പറഞ്ഞ പോലെ തന്നെ ഓറും മറ്റ് ചെറിയ റിയാക്ഷൻസും ഒക്കെ മാറി വരുന്ന കാര്യങ്ങളല്ലാതെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകത്തില്ല. ആ ഒരു സ്ട്രക്ചർ രണ്ടുമൂന്നെണ്ണം പഠിക്കുമ്പം പൊതുവേ എഴുതാനുള്ളൊരു ഐഡിയ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ സ്ലാഗിൻ്റെ കേസ് എടുത്താൽ ഇവിടുത്തെ സ്ലാഗ് എന്ന് വെച്ചാൽ ലൈറ്റർ ആയിട്ടുള്ള സ്ലാഗ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഹെവിയർ ഇമ്പ്യൂരിറ്റീസ് സൾഫേറ്റ്സ് ഓഫ് നിക്കൽ, കോപ്പർ, കൊബാൾട്ട്, അപ്പോൾ അതിൻ്റെ കുറച്ച് അയണൊക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെയൊക്കെ മുകളിലായിട്ടായിരിക്കും ഈ ലൈറ്റർ ആയിട്ടുള്ള നമ്മുടെ സ്ലാഗ് ഫ്ലോട്ട് ചെയ്തിങ്ങനെ കിടക്കും. അപ്പോൾ ഈ ഹെവിയർ ആയിട്ടുള്ള മാസിനെയാണ് മാറ്റ് എന്ന് വിളിക്കുന്നത്. താഴെയുള്ള ഹെവിയർ മാസിനെയാണ് മാറ്റ് എന്ന് വിളിക്കുക. പിന്നെ ഒരു മോൾട്ടൺ സ്റ്റേജിലുള്ള ഇത് നമുക്ക് അവിടെ നിന്ന് കിട്ടും, മോൾട്ടൺ മാറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന എന്തൊക്കെ ഉണ്ടായിരിക്കും? അതിനകത്ത് നിക്കൽ ഉണ്ടായിരിക്കും, കോപ്പർ ഉണ്ടായിരിക്കും, കോബാൾട്ട് ഉണ്ടായിരിക്കും, അയണിൻ്റെ സൾഫേറ്റ്സ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ എല്ലാം കൂടി ഒരു മിക്സറാണ് അവിടെ നിന്ന് കിട്ടുന്നത്. അതാണ് മോൾട്ടൺ മാറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി നെക്സ്റ്റ് നാലാമത്തെ പ്രോസസ്സ് എന്ന് വെച്ചാൽ ബെസിമറൈസേഷൻ ആണ്. അപ്പോൾ ബെസിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കിട്ടിയ മോൾട്ടൺ മാറ്റ് നമ്മളെടുക്കും. ഈ മോൾട്ടൺ മാറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്യും. ഒരു ബെസിമർ കൺവെർട്ടറിനകത്ത് വെച്ചിട്ടാണ് ഹീറ്റ് ചെയ്യുന്നത്. അതിനകത്ത് സിലിഷ്യസ് ലൈനിങ് ഉണ്ടായിരിക്കും, അതായത് സിലിക്കണിൻ്റെ ലൈനിങ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിനെ ഓക്സിഡൈസ് ചെയ്യുന്നത് എയർ ബ്ലാസ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. നല്ല എയർ കറണ്ട് ഉപയോഗിച്ചിട്ട് ഇതിനെ എന്ത് ചെയ്യും, നന്നായിട്ട് ഓക്സിഡൈസ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് റിമൈനിങ് ആയിട്ടുള്ള അയണിൻ്റെ കൂടുതൽ അയണും അല്ലെങ്കിൽ കൂടുതൽ ശതമാനവും എന്ത് ചെയ്യും, അയൺ ടു സിലിക്കേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെ നമുക്ക് സ്കിം ചെയ്ത് മാറ്റാം. ഓക്കെ, എന്നിട്ട് ഈ ബെസിമറൈസ്ഡ് ആയിട്ടുള്ള മാറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഒരു കിട്ടുന്നത് ഒരു മിക്സറായിട്ടാണ്. മിക്സർ എന്ന് വെച്ചാൽ നിക്കലിൻ്റെ സൾഫൈഡ്, അതുപോലെ തന്നെ കോപ്പറിൻ്റെ സൾഫൈഡ്, പിന്നെ കോപ്പർ നിക്കൽ അലോയ്, ഇതെല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന എന്തായിരിക്കും, പ്രീഷ്യസ് മെറ്റൽസിൻ്റെ ഒരു വാല്യുബിൾ കോൺസെൻട്രേഷൻ അതിനകത്ത് ഉണ്ടായിരിക്കും. അതാണ് ബിസിമറൈസേഷൻ അവിടെ എൻഡ് ചെയ്യുവാണ്. ബിസിമറൈസേഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന പ്രോസസ്സ്, ഫിഫ്ത്ത് പ്രോസസ്സ് വരുന്ന കൺവേർഷനാണ്. കൺവേർഷൻ ഓഫ് ബിസിമറൈസ്ഡ് മാറ്റിനെ പ്യുവർ നിക്കലായിട്ട് മാറ്റുന്ന പ്രോസസ്സാണ് വരുന്നത്. അപ്പം ഈ ബിസിമറൈസ്ഡ് മാറ്റിൽ നിന്നും പ്യുവർ നിക്കലിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാനായിട്ട് ഇലക്ട്രോലിറ്റിക് പ്രോസസ്സും അല്ലെങ്കിൽ മോൺസ് പ്രോസസ്സും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇലക്ട്രോലിറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്, ഇലക്ട്രോളിസിസ് നമ്മൾ പഠിച്ചതാണ്. ഇപ്പം നിക്കലിൻ്റെ സൾഫൈഡ് നമ്മൾ എടുക്കും. ആ നിക്കലിൻ്റെ സൾഫൈഡിനെ നമ്മൾ 2 റോഡ്സിലോട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ആനോഡാക്കി മാറ്റുകയാണ്. ഇലക്ട്രോലിറ്റിക് സെല്ലിൻ്റെ ഒരു അതിനകത്ത് ക്ലോറൈഡ് സൾഫേറ്റ് ഇലക്ട്രോലൈറ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു ക്ലോറൈഡ് സൾഫേറ്റ് ഇലക്ട്രോലൈറ്റ് നമ്മൾ എടുക്കും. അതിനകത്ത് ഈ നിക്കൽ സൾഫൈഡ് അതിനെ നമ്മൾ ആനോഡായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അയൺ പ്ലേറ്റ്സിനെ നമ്മൾ എടുത്തിട്ട് കാഥോഡാക്കി മാറ്റും. അയൺ പ്ലേറ്റ്സിനെയാണ് നമ്മൾ കാഥോഡാക്കി മാറ്റുന്നത്. എന്നിട്ട് നമ്മൾ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിക്കൽ എന്ത് ചെയ്യുന്നു, കാഥോഡിൽ വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് നിക്കലിന് ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് നിക്കൽ വന്നിട്ട് കാഥോഡിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇതാണ്, ഈ ഒരു രീതിയിലാണ് ഇലക്ട്രോലിറ്റിക് പ്രോസസ്സ് വഴി നമ്മൾ കൺവേർഷൻ നടത്തുന്നത്. പിന്നെ സെക്കൻഡ് മോൺസ് പ്രോസസ്സാണ്. മോൺസ് പ്രോസസ്സ് എന്ന് വെച്ചാൽ ബെസിമറൈസ്ഡ് ആയിട്ടുള്ള മാറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റോസ്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. റോസ്റ്റ് ചെയ്യുന്നത് എന്താണ്, ടു ഗെറ്റ് ദ ഓക്സൈഡ്സ് ഓഫ് നിക്കൽ 2, അതുപോലെ തന്നെ കോപ്പർ 2, കോപ്പറിൻ്റെ Cu2+ ഓക്സൈഡ്സും അതുപോലെ Na2+ ഓക്സൈഡ്സും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം 2NiS+3O2 ഓക്സിഡേഷന് വിധേയമാക്കുന്നു. അപ്പം റോസ്റ്റിങ്ങിന് വിധേയമാക്കുന്നു. അപ്പം 2NiO+2SO2 ആണ്. പിന്നെ കോപ്പറിൻ്റെ കേസിൽ 2Cus+3O2 ഗീവ്സ് 2CO+2SO2 ആണ്. അപ്പോൾ ഇവിടെ ഓക്സൈഡ് മിക്സർ നമ്മൾ വീണ്ടും ഡൈജസ്റ്റ് ചെയ്യുന്നു. ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡൈജഷന് വിധേയമാക്കുന്നത്. 80 ഡിഗ്രി സെൽഷ്യസ് 80 ഡിഗ്രി സെൽഷ്യസിൽ ഈ ഓക്സൈഡ് മിക്സറിനെ വീണ്ടും എന്ത് ചെയ്യും, ഡൈജസ്റ്റ് ചെയ്യിക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് കോപ്പർ ടു ഓക്സൈഡ് കൺവേർഷൻ സംഭവിച്ചിട്ട് കോപ്പർ ടു സൾഫേറ്റ് ആയിട്ട് മാറും. അതുപോലെ നിക്കലിൻ്റെ 2 ഓക്സൈഡ് അതേപോലെ തന്നെ റിമെയിൻ ചെയ്യും. നിക്കലിൻ്റെ ഓക്സൈഡിന് ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കാതെ ഈ കോപ്പറിൻ്റെ ഓക്സൈഡ്സ് 2 ഓക്സൈഡ്സിനെ കോപ്പർ സൾഫേറ്റ് ആയിട്ട് മാറ്റും. അപ്പോൾ CuO+ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ CuSO4 ഉണ്ടാവും. ഓക്കെ, കോപ്പർ സൾഫേറ്റ് ഉണ്ടാവും, പ്ലസ് ബൈ പ്രോഡക്റ്റ് വാട്ടർ റിമൂവ് ചെയ്യും. ഇനിയുള്ള ആരാണ്, നിക്കലിൻ്റെ ഓക്സൈഡാണ്. നിക്കൽ 2 ഓക്സൈഡാണ് ബാക്കിയായിട്ട് റിമെയിൻ ചെയ്യുന്നത്. ആ നിക്കൽ 2 ഓക്സൈഡിനെ നമ്മൾ ഡ്രൈ ചെയ്യുവാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു,
ഒരു റെഡ്യൂസിങ് ടവർ 200 ഡിഗ്രി സെൽഷ്യസിലുള്ള റെഡ്യൂസിങ് ടവറിലേക്ക് നമ്മൾ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനകത്തൊരു കറണ്ട് ഓഫ് വാട്ടർ ഗ്യാസ് ഉണ്ടായിരിക്കും. വാട്ടർ ഗ്യാസ് എന്താണെന്ന് നമുക്കിപ്പോൾ അറിയാം. മിക്സർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ആണ് അല്ലേ. വാട്ടർ ഗ്യാസ് മനസ്സിലാക്കി വെച്ചിരിക്കണം. മിക്സർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ആണ് വാട്ടർ ഗ്യാസ്. ഒരു വാട്ടർ ഗ്യാസിൻ്റെ കറണ്ട് അതിനകത്തൂടെ നമ്മൾ പാസ് ചെയ്യുന്നുണ്ടായിരിക്കും. ടവറിൻ്റെ മുകളിലേക്ക് താഴേന്ന് മുകളിലേക്ക് അടിക്കുന്ന രീതിയിലായിരിക്കും. അപ്പം ആ വാട്ടർ ഗ്യാസ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നിക്കൽ ടു ഓക്സൈഡ് റിഡക്ഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. കാർബൺ മോണോക്സൈഡ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിക്കൽ ടു ഓക്സൈഡ് റിഡക്ഷൻ സംഭവിച്ച് നിക്കലായിട്ട് മാറും. അപ്പോൾ നിക്കലിൻ്റെ Ni2O എന്നുള്ള കോമ്പൗണ്ട് എന്തായിട്ട് മാറും? Na ആയിട്ട് മാറും. അപ്പം NiO എന്നുള്ള കോമ്പൗണ്ട് Na ആയിട്ട് മാറും. അപ്പോൾ അത് NiO പ്ലസ് H2 അതായത് ഹൈഡ്രജൻ ആണ്. കാർബൺ മോണോക്സൈഡിൻ്റെ കൂടെയുള്ള ഹൈഡ്രജൻ ഉണ്ട്. NiO പ്ലസ് H2 ഗീവ്സ് Na പ്ലസ് H2O. പിന്നെ NiO വീണ്ടും കാർബൺ മോണോക്സൈഡുമായിട്ട് റിഡക്ഷന് വിധേയമായി കഴിഞ്ഞാൽ നിക്കലും കാർബൺ ഡൈ ഓക്സൈഡുമാണ് ഫോം ചെയ്യുക. അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും മിക്സറായിട്ടുള്ള നമ്മുടെ വാട്ടർ ഗ്യാസ് ആണ് ശരിക്കും ഇവിടെ റിഡക്ഷൻ നടത്തുന്നത്. വാട്ടർ ഗ്യാസിനകത്ത് രണ്ടുപേരും റെഡ്യൂസിങ് ഏജൻസ് ആണ് അല്ലേ. കാർബൺ മോണോക്സൈഡ് നല്ലൊരു റെഡ്യൂസിങ് ഏജൻറ്റാണ്. ഹൈഡ്രജൻ പിന്നെ റിഡക്ഷൻ നടത്തുന്ന ആൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോസസ്സായപ്പോൾ നിക്കൽ കിട്ടി. എന്നാൽ ഈ കിട്ടിയ സാധനവും അത്ര പ്യൂറാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ റിഫൈനിങ്ങിന് വിധേയമാക്കണം. അപ്പോൾ നെക്സ്റ്റ് പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, റിഫൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ റിഫൈനിങ് നോക്കുക. അപ്പോൾ ഈ ക്രൂഡ് നിക്കലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ക്രൂഡ് നിക്കൽ നമ്മൾ എടുക്കുന്നു. അതിനെ നമ്മൾ ഒരു വോളറ്റൈസിങ് ടവറിലേക്ക് നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു വോളറ്റൈലൈസിങ് ടവർ എന്ന് ഉദ്ദേശിക്കുന്നത് വോളറ്റൈലായി പോകുന്ന അല്ലെങ്കിൽ നീരാവിയാക്കി കളയുന്ന, അതാണ് വോളറ്റൈലൈസിങ് ടവർ എന്ന് പറയുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു 50 ഡിഗ്രി സെൽഷ്യസിലായിട്ടാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിനകത്ത് ഒരു കറണ്ട് ഓഫ് കാർബൺ മോണോക്സൈഡ് ഉണ്ടായിരിക്കും. അതായത് കാർബൺ മോണോക്സൈഡിൻ്റെ കാർബൺ മോണോക്സൈഡ് നല്ലതായിട്ട് ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിക്കൽ ഇവിടെ എന്ത് ചെയ്യുകയാണ്, കൺവേർട്ട് ചെയ്യുകയാണ് ഒരു വോളറ്റൈൽ ആയിട്ടുള്ള നിക്കലിൻ്റെ NiCO4 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടായിട്ട് കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് NiCO4 എന്ന് പറയുന്ന നിക്കലിൻ്റെ കോമ്പൗണ്ടായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഒരു ടവറിലേക്ക് മാറ്റും. ഡീകമ്പോസർ എന്ന് പറയുന്ന ഒരു ടവറിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡീകമ്പോസറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലൊരു 150 മുതൽ 180 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഡീകമ്പോസർ എടുത്തു കഴിഞ്ഞാൽ NiCO4 അങ്ങ് ഡീകമ്പോസ് ചെയ്യും. കാരണം അത്രയും ടെമ്പറേച്ചറിൽ NiCO4 അങ്ങ് ഡീകമ്പോസ് ചെയ്തിട്ട് നമുക്ക് പ്യുവറായിട്ടുള്ള നിക്കൽ കിട്ടും. ഓക്കെ, അപ്പോൾ NiCO4 ഗീവ്സ് Na+4CO. അപ്പോൾ അത് അത്യാവശ്യം നല്ല പ്യൂരിറ്റി ഉള്ളതായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ഏകദേശം 92.8% നിക്കൽ പ്യുവറായിട്ടുള്ള നിക്കലാണ് നമുക്ക് കിട്ടുക. ഇതിനെ വീണ്ടും നമുക്ക് പ്യൂരിഫൈ ചെയ്യാം. ഇലക്ട്രോട്ടിക് റിഫൈനിങ് നടത്തി കുറച്ചും കൂടെ പ്യൂരിറ്റി ഉള്ള സാധനമാക്കി മാറ്റണമെങ്കിൽ മാറ്റാം. അങ്ങനെയും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്കറിയാവുന്നൊരു എലമെൻ്റാണ് തോറിയം എന്ന് പറയുന്നത്. അപ്പോൾ തോറിയത്തിൻ്റെ കേസ് എടുത്താൽ നമുക്കറിയാം നമ്മുടെ സീഷോറിലൊക്കെ കാണപ്പെടുന്ന കമ്പോണൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒക്യുറൻസ് എടുത്താൽ 80%, ലോകത്തിലെ 80% തോറിയം നിക്ഷേപം കാണപ്പെടുന്നത് നമ്മുടെ എവിടെയാണ്, കേരളത്തിലെ ബീച്ച് സാൻഡുകളിലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽസ്, തോറിയത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽസ് എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? തോറിയനൈറ്റ്, അതായത് തോറിയം ഓക്സൈഡ് എന്ന് പറയും. പിന്നെ തോറൈറ്റ് ഉണ്ട്, തോറിയം സിലിക്കേറ്റ്. പിന്നെ മോണസൈറ്റ്, നമുക്ക് കേട്ടുള്ളത് മോണസൈറ്റ് ആയിരിക്കും നിങ്ങൾ. മോണസൈറ്റ് ഉണ്ട്. അതിൻ്റെ ഫോസ്ഫേറ്റ്സ്, സിറിയം, അതുപോലെ ഇട്രിയം, ലന്താനം, തോറിയം. പിന്നെ മോണസൈറ്റ് എന്ന് വെച്ചാൽ ഒരു പ്രിൻസിപ്പൽ സോഴ്സാണ്. മെയിനായിട്ട് നമ്മുടെ തോറിയത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് മോണസൈറ്റിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ തോറിയത്തിൻ്റെ മോണസൈറ്റിൽ നിന്നുള്ള എക്സ്ട്രാക്ഷനാണ് നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് ദ ഓറാണ്. മോണസൈറ്റ് സാൻഡിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ലെവിഗേഷൻ വഴിയാണ് ചെയ്യുന്നത്. ഓക്കെ, ലെവിഗേഷൻ എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ. ലെവിഗേഷൻ ഒരു ഹൈഡ്രോളിക് മിക്സിംഗ് ആണ് അല്ലേ. അപ്പോൾ ഹൈഡ്രോളിക് വാഷിംഗ് ആണ്. അപ്പോൾ ലെവിഗേഷൻ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ കോൺസെൻട്രേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റർ ഗ്യാങ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, വാഷ് ചെയ്ത് കളയുന്നു. ഹെവിയർ ആയിട്ടുള്ള ഓറിനെ അവിടെ തന്നെ കിടക്കുന്ന രീതിയിൽ ലൈറ്റർ ഗ്യാങ് ഒക്കെ വാഷ് ചെയ്ത് കളയുകയാണ്. എന്നിട്ട് ഈ ഓറിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, കോൺസെൻട്രേഷന് വിധേയമാക്കുകയാണ്. മാഗ്നറ്റിക് സെപ്പറേഷൻ മെത്തേഡിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് മാഗ്നറ്റിക് ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്ത് കളയുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ലീച്ചിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ് ഇവിടെ ലീച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം കോൺസെൻട്രേറ്റഡ് മോണസൈറ്റ് ഓർ നമുക്ക് ഈ കോൺസെൻട്രേഷന് വിധേയമാക്കിയ മോണസൈറ്റ് ഓറിനെ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ മോണസൈറ്റിനെ കോൺസെൻട്രേഷന് വിധേയമാക്കിയ മോണസൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു. ഏകദേശം 470 കെൽവിൻ വരെ നമ്മൾ ഹീറ്റ് ചെയ്യും. അപ്പോൾ തോറിയം ഓക്സൈഡ്
ഡിസോൾവ് ചെയ്തിട്ട് അത് തോറിയം സൾഫേറ്റ് ആയിട്ട് മാറും. തോറിയം ഓക്സൈഡ് ഡിസോൾവ് ചെയ്യുകയും അങ്ങനെ തോറിയം സൾഫേറ്റ് ആയിട്ട് മാറുകയും ചെയ്യും. അതായത് THO2 ആണ്. THO2നെ സൾഫ്യൂരിക് ആസിഡ് H2SO4 റിയാക്ട് ചെയ്യിച്ചപ്പോൾ THSO4 ടോയ്സും ഉണ്ടാവുന്നു. അതായത് തോറിയത്തിൻ്റെ സൾഫേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ സൊല്യൂഷന് ഫോസ്ഫോറിക് ആസിഡ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഈ സൊല്യൂഷനകത്ത് ഫോസ്ഫോറിക് ആസിഡ് കൂടെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതിന് കാരണമായിട്ട് വരുന്നത് നമ്മുടെ മോണോസൈറ്റ് ഓറിനകത്ത് ഫോസ്ഫേറ്റ് ആണ്. മോണോസൈറ്റ് ഓറിനകത്ത് ഫോസ്ഫേറ്റ് ആണ് ഇതിനകത്ത് ഫോസ്ഫോറിക് ആസിഡിൻ്റെ പ്രസൻസ് ഉണ്ടാവാനായിട്ട് കാരണം. അപ്പം ഈ സൊല്യൂഷനകത്ത് എക്സസ് ആയിട്ടുള്ള ആസിഡ് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സസ് ആസിഡ് ന്യൂട്രലൈസ് ചെയ്യുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ ഈ തോറിയം നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് തോറിയം ഫോസ്ഫേറ്റ് ആയിട്ടാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ മറ്റ് ഫോസ്ഫേറ്റ്സ് ഒക്കെ സൊല്യൂഷനകത്ത് അങ്ങ് റിമെയിൻ ചെയ്യുകയും ചെയ്യും. അപ്പം ഈ എക്സസ് ആസിഡ് നമ്മൾ സൊല്യൂഷനകത്ത് എക്സസ് ആസിഡ് ന്യൂട്രലൈസ് ചെയ്യുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ചിട്ടാണ് ന്യൂട്രലൈസ് ചെയ്യുക എന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ തോറിയം പ്രസിപ്പിറ്റേറ്റ് ചെയ്യിക്കുന്നത് തോറിയം ഫോസ്ഫേറ്റ് ആയിട്ടങ്ങ് നമ്മൾ എന്ത് ചെയ്യും? തോറിയം പ്രസിപ്പിറ്റേറ്റ് ചെയ്യിക്കുന്നത് മറ്റ് ഫോസ്ഫേറ്റുകളൊക്കെ തന്നെ അതിനകത്ത് റിമെയിൻ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ തോറിയം സൾഫേറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? H3PO4 റിയാക്ട് ചെയ്യുന്നു. ഫോസ്ഫോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തോറിയം ഫോസ്ഫേറ്റ് ആണ് അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. THHPO4 ടോയ്സ് ആണ്. അങ്ങനെ ബാക്കിയെല്ലാം അവിടെ തന്നെ നിൽക്കും. പ്ലസ് സൾഫ്യൂരിക് ആസിഡ് കുറച്ച് റിമെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ തോറിയത്തിൻ്റെ ഡയോക്സൈഡ് ഇനി നമ്മൾ റീജനറേറ്റ് ചെയ്യിക്കാൻ പോവുകയാണ്. ഈ പ്രസിപ്പിറ്റേറ്റഡ് തോറിയം ഫോസ്ഫേറ്റിനെ സോഡിയം കാർബണേറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചൂടാക്കുകയാണ്. നമ്മളിവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ടുള്ള തോറിയത്തിൻ്റെ ഫോസ്ഫേറ്റിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? തോറിയം കാർബണേറ്റ് യൂസ് ചെയ്തുകൊണ്ട് സോഡിയം കാർബണേറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? അതിനെ ഹീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തോറിയത്തിൻ്റെ ഡൈ ഓക്സൈഡിനെയാണ് റീജനറേറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ തോറിയത്തിൻ്റെ ഫോസ്ഫേറ്റ് THHPO4 ടോയ്സ് പ്ലസ് Na2CO3 ആണ് അല്ലേ? 3Na2CO3. അപ്പോൾ എന്ത് കിട്ടും? THO2, അതായത് THO2 റീജനറേറ്റ് ചെയ്തു നമ്മൾ അല്ലേ? ഡയോക്സൈഡിനെ റീജനറേറ്റ് ചെയ്തു. പ്ലസ് 2Na3PO4 പ്ലസ് H2O പ്ലസ് 3CO2 അതായത് ബൈ പ്രോഡക്റ്റാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് തേർഡ് പ്രോസസ്സ് വരുന്ന റിഡക്ഷൻ ഓഫ് തോറിയം ഡയോക്സൈഡ് ആണ്. തോറിയം ഡയോക്സൈഡിൻ്റെ റിഡക്ഷനാണ്. നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് തോറിയമാക്കി മാറ്റുകയാണ്. THO2നെ നമുക്ക് വേണ്ടത് തോറിയം മാത്രമാണല്ലോ. അപ്പോൾ THO2നെ നമ്മൾ TH ആക്കി മാറ്റുകയാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ തോറിയം ഡയോക്സൈഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യും. കാൽസ്യം യൂസ് ചെയ്തിട്ട് കാൽസ്യം ചേർത്തുകൊണ്ട് നമ്മൾ കാൽസ്യത്തിൻ്റെ പ്രസൻസിൽ തോറിയം ഡയോക്സൈഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യും. ഒരു 950 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. ഒരു സ്റ്റീൽ ബോംബ് നമ്മൾ കാൽസ്യം ക്ലോറൈഡ് ഫ്ലെക്സ് ആയിട്ട് യൂസ് ചെയ്യും അവിടെ. അങ്ങനെയാണെങ്കിൽ THO2 പ്ലസ് 2Ca ഗീവ്സ് എത്രയാണ്? 950 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം 2 കാൽസ്യം ഓക്സൈഡ് പ്ലസ് തോറിയം സെപ്പറേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു മെത്തേഡ് THO2നെ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ടെട്രാ ക്ലോറൈഡായിട്ട് കൺവേർട്ട് ചെയ്യും. അല്ലെങ്കിൽ ടെട്രാ ക്ലോറൈഡോ അല്ലെങ്കിൽ ടെട്രാ ഫ്ലൂറൈഡോ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന് നമ്മൾ ഹീറ്റ് ചെയ്യും. THO2നെ നമ്മൾ ഹീറ്റ് ചെയ്യുവാണ്. കാർബൺ ചേർത്തുകൊണ്ട് ഹീറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു നമുക്ക് ക്ലോറൈഡാണ് ടെട്രാ ക്ലോറൈഡാണ് ഉണ്ടാക്കണമെങ്കിൽ ഇതിനെ കറണ്ട് ഓഫ് Cl2 നമ്മൾ കാർബൺ ചേർത്തുകൊണ്ട് ചൂടാക്കുക, അല്ലെങ്കിൽ F2 നമ്മൾ കാർബൺ ചേർത്തുകൊണ്ട് ചൂടാക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് Cl2 നമ്മൾ കാർബൺ ചേർത്തുകൊണ്ട് ചൂടാക്കുന്നതെങ്കിൽ Cl2ൻ്റെ ഫ്ലോയിലാണെങ്കിൽ THCl4 പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ THF4 ഉണ്ടാക്കാം. അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യണം. പിന്നീട് റെഡ്യൂസ് ചെയ്യുന്നതിന് നമ്മൾ കാൽസ്യമോ മഗ്നീഷ്യമോ സോഡിയമോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചൂടാക്കിയിട്ട് റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ THO2 പ്ലസ് 2 കാർബൺ പ്ലസ് 2 Cl2 ആണെങ്കിൽ THCl4 പ്രൊഡ്യൂസ് ചെയ്തു, അതിൻ്റെ ക്ലോറൈഡ് ഫോം ചെയ്തു, പ്ലസ് ടെട്രാ ക്ലോറൈഡ് ഫോം ചെയ്തു, പ്ലസ് 2CO ബൈ പ്രോഡക്റ്റ്. ഈ THO2 പ്ലസ് 2 കാർബൺ പ്ലസ് 2F2 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടെട്രാ ഫ്ലൂറൈഡ് അതായത് THF4 ആണ് ഉണ്ടാകുന്നത്, പ്ലസ് 2CO. ഇനി THCl4 പ്ലസ് 4Na സോഡിയമായിട്ടാണ് റിയാക്ട് ചെയ്യിക്കുകയാണെങ്കിൽ അതങ്ങ് റെഡ്യൂസ് ആയിട്ട് TH ആയിട്ട് മാറും, പ്ലസ് 4NaCl ആയിട്ട് മാറും. പിന്നെ THF4 കാൽസ്യമായിട്ട് റിയാക്ട് ചെയ്യിച്ചാൽ TH, പിന്നെ കാൽസ്യം ഫ്ലൂറൈഡ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും ആയാലും നമുക്കറിയാം പ്യുവറാണ്, എന്നാൽ അത്രയും പ്യൂരിറ്റിയുള്ള സാധനമായിരിക്കും ഇതിൽ കിട്ടുന്നത്. അപ്പം നെക്സ്റ്റ് പ്രോസസ്സാണ് റിഫൈനിങ് എന്ന് പറഞ്ഞാൽ. അപ്പം വളരെ വെരി പ്യുവറായിട്ടുള്ള തോറിയത്തിനെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന വാൻ ആർക്കൽ മെത്തേഡ് വഴിയാണ്. നമ്മൾ പഠിച്ചതാണ്. വാൻ ആർക്കൽ മെത്തേഡ് വെച്ചിട്ട് വേണം വീണ്ടും പ്യൂരിറ്റിയുള്ള തോറിയത്തിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഈ ക്രൂഡ് മെറ്റൽ പൗഡറിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? അയഡിൻ ചേർത്തിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വോളറ്റൈൽ ആയിട്ടുള്ള തോറിയം ടെട്രാ അയഡൈഡ് ഫോം ചെയ്യുന്നു. അപ്പം
ഈ പ്യൂറായിട്ടുള്ള ഒരു അത്യാവശ്യം ക്രൂഡ് മെറ്റൽ പൗഡറിനെ നമ്മൾ അയഡിൻ ഉപയോഗിച്ച് അയഡിൻ ചേർത്ത് ചൂടാക്കിയിട്ട് വോളറ്റൈലായിട്ടുള്ള തോറിയം ടെട്രാ അയോഡൈഡ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് തെർമൽ ഡീകമ്പോസിഷന് വിധേയമാക്കുന്നു. അതിന് ഇൻകാൻഡസെൻ്റ് ടങ്സ്റ്റൻ ഫിലമെൻ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏകദേശം 1370 മുതൽ 1470 കെൽവിൻ ടെമ്പറേച്ചറിൽ. അങ്ങനെ നമുക്ക് പ്യുവർ തോറിയം കിട്ടും. അപ്പോൾ TH+2I2 ഗീവ്സ് THI4 ആണ്. അതിന് വീണ്ടും 1370 മുതൽ 1470 കെൽവിനിൽ ഹീറ്റ് ചെയ്യിക്കണം. അപ്പോൾ നമുക്ക് പ്യുവറായിട്ടുള്ള തോറിയം +2I2. അപ്പോൾ ഇനി നെക്സ്റ്റ് വരുന്നത് യുറേനിയമാണ്. അപ്പോൾ യുറേനിയത്തിൻ്റെ കേസ് നമുക്കറിയാം, നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു എലമെൻറ്റ് തന്നെയാണ്. അതിൻ്റെ ഒക്യുറൻസ് എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ഓർസ്, യുറേനിയത്തിൻ്റെ പ്രിൻസിപ്പൽ ഓർസ് എന്ന് പറഞ്ഞാൽ പിച്ച് ബ്ലെൻഡും യുറേനൈറ്റുമാണ്. അതൊരു കോംപ്ലക്സ് ആണ്, കോംപ്ലക്സ് സിലിക്കേറ്റ്സ് ആണ്. കണ്ടെയ്നിങ് യുറേനിയം ഉണ്ട്, ലെഡ് ഉണ്ട്, തോറിയം ഉണ്ട്, അയൺ ഉണ്ട്, പിന്നെ കാൽസ്യം ഉണ്ട്, പിന്നെ റേഡിയം വരുന്നുണ്ട്, ബിസ്മത്ത് വരുന്നുണ്ട്, ആൻറ്റിമണി ഉണ്ട്, സിങ്ക് ഉണ്ട്. ഇപ്പോൾ യുറേനിയം പ്രസൻ്റ് ആയിരിക്കുന്നത് U3O8 ആയിട്ടാണ്. പിന്നെ കാർണോറ്റൈറ്റ് ഉണ്ട്, K2O, 2UO3, V2O5, NH2 എന്ന കോമ്പൗണ്ടായിട്ട് വരും. പിന്നെ ഓറ്റുനൈറ്റ് ഉണ്ട്, അത് CaUO2 ടോയ്സ്, PO4 ടോയ്സ്, 2H2O അതൊരു കോമ്പൗണ്ടാണ്. പിന്നെ കാൽസ്യം കാർണോറ്റൈറ്റ് ഉണ്ട്, CaO, 2UO3, V2O5, NH2. ഇതെല്ലാം തന്നെ ഇതിൻ്റെ ഓറാണ്. ഇനി ഇതിൻ്റെ യുറേനിയത്തിൻ്റെ എക്സ്ട്രാക്ഷൻ നോക്കാം. അപ്പോൾ ആദ്യം ഐസൊലേഷൻ ഓഫ് പ്യുവർ യുറേനിയം ആണ്. യുറേനിയത്തിൻ്റെ പ്യുവർ യുറേനിയം ഓക്സൈഡ് ആണ് ഫ്രം ഓറിൽ നിന്ന് നമ്മളതിനെ, അല്ലെങ്കിൽ പിച്ച് ബ്ലെൻഡിൽ നിന്ന് നമ്മളതിനെ ഐസൊലേഷൻ നടത്തിയെടുക്കുന്നു. അപ്പോൾ പിച്ച് ബ്ലെൻഡ് U3O8 ആണ്. ക്യാൻ ബി ഐസൊലേറ്റഡ് ബൈ ദ ഫോളോയിങ് സ്റ്റെപ്സ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓറിനെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കോൺസെൻട്രേഷൻ വിധേയമാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓറിനെ പൗഡർ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ദ ഓർ ഈസ് പൗഡേർഡ്. ഫസ്റ്റ് ഓറിനെ നമ്മൾ പൗഡർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആൻഡ് ദെൻ കോൺസെൻട്രേറ്റഡ് ബൈ ഗ്രാവിറ്റി മെത്തേഡ്. ഓറിനെ പൗഡർ ചെയ്തിട്ട് ഗ്രാവിറ്റി മെത്തേഡ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേഷന് വിധേയമാക്കുന്നത്. എന്നിട്ട് ഈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റോസ്റ്റിങ്ങിന് വിധേയമാക്കുന്നു. അങ്ങനെ റോസ്റ്റിങ്ങിന് വിധേയമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സൾഫർ റിമൂവ് ചെയ്യാം, ആഴ്സനിക് റിമൂവ് ചെയ്യാം, മറ്റ് വോളറ്റൈലായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം തന്നെ റോസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പുറത്ത് കളയാനായിട്ട് പറ്റും. അങ്ങനെ S+O2 ഗീവ്സ് SO2, സൾഫർ ഡയോക്സൈഡായിട്ട് ആഴ്സനിക്കിൻ്റെ ഓക്സൈഡായിട്ടും ഒക്കെ റിമൂവ് ആയി പോകും. ഇനി ഈ റോസ്റ്റഡ് ഓറിനെ നമ്മൾ ഫ്യൂസ് ചെയ്യുകയാണ്. എന്തുമായിട്ടാണ്, സോഡിയം കാർബണേറ്റും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ സോഡിയം നൈട്രേറ്റും യൂസ് ചെയ്തിട്ട് ഈ റോസ്റ്റഡ് ഓറിനെ നമ്മൾ ഫ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് U3O8 കൺവേർട്ട് ചെയ്തിട്ട് സോഡിയം യുറാനേറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. U3O8 സോഡിയം യുറാനേറ്റ് എന്ന കോമ്പൗണ്ടായിട്ട് മാറും. അപ്പോൾ U3O8 പ്ലസ് 3Na2CO3 പ്ലസ് O ഉണ്ട്, അത് നെയ്സൻ്റ് ഓക്സൈഡാണ്. ഗീവ്സ് എന്താണ്, 3Na2UO4 പ്ലസ് 3UCO2. അപ്പോൾ നെക്സ്റ്റ് വരുമ്പോൾ ഈ ഫ്യൂസ്ഡ് മാസ് നമുക്ക് കിട്ടിയ ആ ഒരു ഫ്യൂസ്ഡ് മാസിനെ നമ്മൾ എക്സ്ട്രാക്ഷന് വിധേയമാക്കുകയാണ്. അതിന് ഹോട്ട് വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹോട്ട് വാട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ആ സൊല്യൂഷനെ നമ്മൾ എക്സസ് അമോണിയം കാർബണേറ്റ് ഉപയോഗിച്ചിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അധികം കൂടുതലായിട്ട് അമോണിയം കാർബണേറ്റ് നമ്മൾ ഇതുമായിട്ട് റിയാക്ട് ചെയ്യിക്കും. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നടത്തുമ്പോൾ ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ള അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, മാംഗനീസ് അതെല്ലാം നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ കാർബണേറ്റ്സ് ആയിട്ടായിരിക്കും അതെല്ലാം പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. പക്ഷേ യുറേനിയം റിമെയിൻ ചെയ്യും സൊല്യൂഷൻ. അത് അമോണിയം യുറാനൈൽ കാർബണേറ്റ് ആയിട്ടായിരിക്കും അത് റിമെയിൻ ചെയ്യുക. യുറേനിയത്തിന് ജസ്റ്റ് ഒന്നൊരു ഐസൊലേറ്റ് ചെയ്തെടുക്കുന്ന രീതിയാണ്. അപ്പോൾ NH4 ടെട്രാ 4 ടൈംസ് വരും, UO2 CO3 ത്രൈസ്. ഇതാണ് അമോണിയം യുറാനൈൽ കാർബണേറ്റ് ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷൻ. ഈ സൊല്യൂഷനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഇവാപ്പറേറ്റ് ചെയ്യും. ഇവാപ്പറേറ്റ് ടു ഡ്രൈനസ് അല്ലേ, നന്നായിട്ട് ഇവാപ്പറേറ്റ് ചെയ്യും ഡ്രൈ ആവുന്നവരെ. അങ്ങനെ നമുക്ക് അതിൻ്റെ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. പ്രസിപ്പിറ്റേറ്റ് എന്ന് വെച്ചാൽ അമോണിയം ഡൈയുറാനേറ്റിൻ്റെ പ്രസിപ്പിറ്റേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. NH4 ടോയ്സ് U2O7 ആണത്. അപ്പോൾ അതിനെ നമ്മൾ ഈ NH4 ടോയ്സ് U2O7 അമോണിയം ഡൈയുറാനേറ്റിനെ നമ്മൾ കാൽസിനേഷന് വിധേയമാക്കുന്നു. അങ്ങനെ U3O8 കിട്ടും. ഇപ്പോഴും നമുക്ക് അതിൻ്റെ ഓക്സൈഡാണുള്ളത്. ഇനി അതായത് 3NH4 ടോയ്സ് U2O7 ഗീവ്സ് 2U3O8 പ്ലസ് 6NH3 പ്ലസ് 3H2O പ്ലസ് O2. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഓക്സൈഡ് എങ്ങനെയെങ്കിലും റിമൂവ് ചെയ്താൽ മാത്രമല്ലേ പ്യൂറായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ അതിന് നെക്സ്റ്റ് നമ്മൾ റിഡക്ഷൻ നടത്തുവാണ്. റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ടു ദ മെറ്റലാണ് റിഡക്ഷൻ നടത്തുവാണ്.
അപ്പം ബ്ലാക്ക് ഓക്സൈഡ്, യുറേനിയത്തിൻ്റെ ബ്ലാക്ക് ഓക്സൈഡ് എന്ന് പറയും, അതായത് U3O8. അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുവാണ്, ഹൈഡ്രജൻ ചേർത്തിട്ടോ അല്ലെങ്കിൽ ചാർക്കോൾ ചേർത്തിട്ടോ നമ്മൾ ഹീറ്റ് ചെയ്യുവാണ്. അപ്പോൾ U3O8 + 2H2, അപ്പം 3UO2 + 2H2 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഡയോക്സൈഡ് ഫോം ചെയ്തു അല്ലേ, അതായത് യുറേനിയത്തിൻ്റെ ഡയോക്സൈഡാണ് ഇവിടെ ഫോം ചെയ്തത് ആ ഒരു സ്റ്റെപ്പിൽ. ഇനി ഈ ഡയോക്സൈഡിനെ നമ്മൾ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് വെച്ചിട്ട് ഹീറ്റ് ചെയ്യിക്കും. ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ചേർത്ത് ഹീറ്റ് ചെയ്യുകയാണ്. ഹൈഡ്രജൻ ഫ്ലൂറൈഡിൻ്റെ വേപ്പറിലാണ് നമ്മൾ ഹീറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ടെട്രാ ഫ്ലൂറൈഡാണ് കിട്ടുക, അതായത് UO2 + 4HF ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. അപ്പോൾ 670 മുതൽ 770 കെൽവിനിലാണ് ചെയ്യുന്നത്. അപ്പം UF4 യുറേനിയത്തിൻ്റെ ഒരു ടെട്രാ ഫ്ലൂറൈഡ് നമുക്ക് കിട്ടും. പിന്നെ ബൈ പ്രോഡക്റ്റായിട്ട് 2H2O കിട്ടും. അപ്പോൾ ഈ ടെട്രാ ഫ്ലൂറൈഡിനെ നമ്മൾ വീണ്ടും റെഡ്യൂസ് ചെയ്യണം. അതിന് നമ്മൾ കാൽസ്യമോ മഗ്നീഷ്യമോ ആണ് യൂസ് ചെയ്യുന്നത്. കാൽസ്യമോ മഗ്നീഷ്യമോ യൂസ് ചെയ്ത് കാൽസ്യമോ മഗ്നീഷ്യമോ ചേർത്ത് ഇതിനെ ഹീറ്റ് ചെയ്യിക്കും, ടെട്രാ ഫ്ലൂറൈഡിനെ. അങ്ങനെ റിഡക്ഷൻ നടത്തും. അപ്പോൾ UF4 + 2Ca, അപ്പം ആ കാൽസ്യം ഫ്ലൂറിനുമായിട്ട് റിയാക്ട് ചെയ്തോളും. അപ്പോൾ 2CaF2 കിട്ടും. അതായത് നമ്മുടെ യുറേനിയം അവിടെ സെപ്പറേറ്റ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ അതങ്ങനെയാണ് യുറേനിയത്തിൻ്റെ അത്രയും വരുന്നുള്ളൂ പ്രോസസ്സ്. നെക്സ്റ്റ് വരുന്നത് ടൈറ്റാനിയമാണ്. ടൈറ്റാനിയം നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ മെറ്റൽ എന്ന് പറയുന്ന ലോഹമാണ്. അപ്പോൾ ടൈറ്റാനിയം ഏകദേശം ഒരു 0.58% നമ്മുടെ എർത്ത് ക്രസ്റ്റിൻ്റെ 0.58% മാത്രമാണുള്ളത്. അതിൻ്റെ മെയിനായിട്ടുള്ള അയിരുകൾ അല്ലെങ്കിൽ മെയിനായിട്ടുള്ള ഓർസാണ് റൂട്ടൈൽ TiO2 എന്ന് പറയുന്ന കോമ്പൗണ്ട്, അതുപോലെ ഇൽമനൈറ്റ് FeTiO3. ഇതെല്ലാം മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈറ്റാനിയത്തിൻ്റെ ഓറാണ്. ഓർസെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, റൂട്ടൈലും അതുപോലെ തന്നെ ഇൽമനൈറ്റും. പിന്നെ നമ്മുടെ കേരളത്തിലെ മിനറൽ സയൻസ് എല്ലാം തന്നെ ഏകദേശം ഇൽമനൈറ്റിൻ്റെ നല്ല ഗുഡ് സോഴ്സുകൾ തന്നെയാണ്. ഓക്കെ, നമുക്കറിയാവുന്നതാണ്, ഖനനം, IRE അതൊക്കെ. അപ്പം ഫസ്റ്റിൻ്റെ എക്സ്ട്രാക്ഷനാണ്. അതിൻ്റെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ദ ഓറാണ്, ഓറിൻ്റെ കോൺസെൻട്രേഷനാണ്. ഇപ്പോൾ റൂട്ടൈൽ അല്ലെങ്കിൽ ഇൽമനൈറ്റ് ആണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. റൂട്ടൈൽ ഇൽമനൈറ്റ് എടുത്തിട്ട് അതിനെ നമ്മൾ കോൺസെൻട്രേഷന് വിധേയമാക്കുന്നു. ഇവിടെ എടുക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലെവിഗേഷനാണ്. ലെവിഗേഷൻ നടത്തിയതിന് ശേഷം നമ്മൾ മാഗ്നറ്റിക് സെപ്പറേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം കോൺസെൻട്രേഷൻ അവിടെ ലെവിഗേഷനും മാഗ്നറ്റിക് സെപ്പറേഷനും വഴി നടത്തി കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് പ്രിപ്പറേഷനാണ്. നമ്മൾ ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ്, ടിക്കൽ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ TiCl4 എന്ന് പറയാറുണ്ട്. ആ ടൈറ്റാനിയം ടെട്രാക്ലോറൈഡിൻ്റെ പ്രിപ്പറേഷനാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പം നമ്മുടെ കോൺസെൻട്രേറ്റ് ഓറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപയോഗിച്ചിട്ട് കോക്കുമായിട്ട് മിക്സ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ കോൺസെൻട്രേറ്റ് ഓറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോക്കുമായിട്ട് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്ലോറിൻ്റെ കറണ്ടിൽ നമ്മൾ ഹീറ്റ് ചെയ്യുവാണ്. ഫ്ലോ ഓഫ് ക്ലോറിനിൽ നമ്മൾ ഹീറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഒരു ടെമ്പറേച്ചർ അതിന് പറയുന്നുണ്ട്, 1300 കെൽവിൻ ടെമ്പറേച്ചറിലാണ് നമ്മളതിനെ ചേർത്ത് ഹീറ്റ് ചെയ്യേണ്ടത്. അപ്പം ഓക്സൈഡ് കൺവേർട്ട് ചെയ്തിട്ട് ക്ലോറൈഡ് ആക്കി മാറ്റും. അതായത് TiO2 + C + 2Cl2 എന്തായിട്ട് മാറും, TiCl4, അതായത് ടെട്രാക്ലോറൈഡ്, ടിക്കൽ എന്ന് പറയുന്ന സാധനം കിട്ടും. അതായത് പ്ലസ് ബൈ പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ്. നെക്സ്റ്റ് നമ്മളതിനെ റിഡക്ഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. ഈ ക്ലോറൈഡിനെ നമ്മൾ മെറ്റലായിട്ട് റിഡക്ഷൻ നടത്തണം. അപ്പോൾ TiCl4നെ നമ്മൾ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിന് കുറച്ച് പ്രോസസ്സുകളുണ്ട്. ഒന്നാമത്തെ പ്രോസസ്സ് ക്രോൾ പ്രോസസ്സാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനകത്ത് TiCl4നെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത് മഗ്നീഷ്യം യൂസ് ചെയ്തിട്ടാണ്. ഇൻ ദ അറ്റ്മോസ്ഫിയർ ഓഫ് ആർഗൺ അറ്റ്മോസ്ഫിയറിലാണ് ഈ റിയാക്ഷൻ നടത്തുക. അപ്പോൾ TiCl4 + Mg. അപ്പോൾ 1700 കെൽവിൻ ടെമ്പറേച്ചറിലാണ്. അപ്പം 1700 കെൽവിൻ ടെമ്പറേച്ചറിൽ ഇപ്പോൾ ടൈറ്റാനിയമായിട്ട് മാറും, സെപ്പറേറ്റ് ആവും, പ്ലസ് MgCl2. അതായത് നമ്മുടെ മഗ്നീഷ്യവുമായിട്ട് ആരെങ്കിലും റിയാക്ട് ചെയ്യും, ക്ലോറിൻ റിയാക്ട് ചെയ്ത് മഗ്നീഷ്യം ക്ലോറൈഡാണ് ഫോം ചെയ്യുന്നത്. അങ്ങനെ ടൈറ്റാനിയം സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ശരിക്കും മഗ്നീഷ്യത്തിൻ്റെ വലിയ ബ്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത് അവിടെ. നമ്മുടെ ടൈറ്റാനിയത്തിൽ നടക്കുന്ന പ്രോസസ്സാണത്. IRE KMML ടൈറ്റാനിയത്തിൽ നടക്കുന്ന പ്രോസസ്സാണത്. അപ്പോൾ ദ പ്രോഡക്റ്റ് ഈസ് ലീച്ച്ഡ് വിത്ത് വാട്ടർ. അപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന ഈ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ ലീച്ചിങ്ങിനെ വിധേയമാക്കുകയാണ്. അതിന് വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ മഗ്നീഷ്യം ക്ലോറൈഡ് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വാക്വം ഡിസ്റ്റിലേഷൻ നമുക്ക് നടത്താം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് സ്പോഞ്ചി ആയിട്ടുള്ള ടൈറ്റാനിയം മെറ്റലാണ്. അപ്പോൾ നിങ്ങൾ പ്ലാന്റ് വിസിറ്റ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും, ജസ്റ്റ് പറ്റുമെങ്കിൽ പോയി നോക്കിയവർക്ക് മനസ്സിലാവും. ഉണ്ടാക്കുന്ന ടൈറ്റാനിയം സ്പോഞ്ച് പ്ലാന്റ് എന്നൊരു പ്ലാന്റാണ്, TSP എന്ന് പറയുന്ന പ്ലാന്റ് ഉണ്ട്, ടൈറ്റാനിയം സ്പോഞ്ച് പ്ലാന്റ്. അതായത് ഉണ്ടാക്കുന്ന നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈറ്റാനിയം മെറ്റൽ അത് ലൈക്ക് സ്പോഞ്ച് ആയിരിക്കും. സ്പോഞ്ചിൻ്റെ പ്രത്യേകത എന്താ, ഹോൾസ് ഉണ്ടായിരിക്കും അതിനകത്ത് അല്ലേ, അതിൻ്റെ സർഫസിലായിട്ട് ഹോൾസ് ഉണ്ടായിരിക്കും. അതുപോലെ ആയിരിക്കും അത് ഈ മഗ്നീഷ്യം ക്ലോറൈഡ് റിമൂവായി പോകുന്ന പോർഷൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സ്പോഞ്ചി മെറ്റലാണ് നമുക്കവിടെ കിട്ടുക. അപ്പോൾ അത് നമ്മൾ മെൽറ്റ് ചെയ്യും, മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രിക് ആർക്കിൽ ഇലക്ട്രിസിറ്റി കടത്തി വിട്ട് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കും. ഹൈ വാക്വമിലാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ആർഗൻ്റെ അറ്റ്മോസ്ഫിയറിലാണ് ചെയ്യുന്നത്. ഒരു കോമ്പാക്റ്റ് മാസാക്കി മാറ്റും.
പിന്നെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് വെച്ചാൽ ICI പ്രോസസ്സ് എന്ന് പറയും. ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ TiCl4നെ നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് മഗ്നീഷ്യം ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യാം. അത് ആർഗൻ്റെ അറ്റ്മോസ്ഫിയർ തന്നെയാണ് അതും ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ഫൈനൽ പ്രോസസ്സ് റിഫൈനിങ് ആണ്. റിഫൈനിങ് എന്ന് പറഞ്ഞാൽ വാൻ ആർക്കൽ മെത്തേഡാണ്. അപ്പോൾ വാൻ ആർക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂർ ആയിട്ടുള്ള, നമുക്കറിയാവുന്നതാണ്, ഇമ്പ്യൂർ ആയിട്ടുള്ള ടൈറ്റാനിയത്തിനെ നമ്മൾ അയഡിൻ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ടെട്രാ അയഡൈഡ് ആയിട്ട് മാറും. അത് ടെട്രാ അയഡൈഡ് ഫോം ചെയ്യും. ഈ ടെട്രാ അയഡൈഡ് നമ്മൾ ടങ്സ്റ്റൺ ഫിലമെൻറ്റ് വെച്ചിട്ട് ഫിലമെൻറ്റിൽ വെച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡീകമ്പോസ് ചെയ്യപ്പെടുകയും പ്യുവർ ആയിട്ടുള്ള ടൈറ്റാനിയം മെറ്റൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ Ti + 2I2 ഗീവ്സ് 230 മുതൽ 520 കെൽവിൻ വരെയാണ്. അപ്പോൾ TiI4 കിട്ടും. പിന്നെ ഒരു 1700 കെൽവിനിൽ നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്യുകയാണ് ടങ്സ്റ്റൺ ഫിലമെൻറ്റിൽ വെച്ചിട്ട്. അപ്പോൾ Ti + 2I2, അതായത് Ti കിട്ടി, ടൈറ്റാനിയം, പ്യുവറായിട്ടുള്ള ടൈറ്റാനിയം ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ.